ഹലോ എവരി വൺ, ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡയറക്ഷൻ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് സെബി പുതിയ റെഗുലേഷൻസ് എല്ലാം കൊണ്ടുവന്നത്. അവർ ഡെയിലി എക്സ്പയറി ഒഴിവാക്കി, ലോട്ട് സൈസ് കൂട്ടി, ടാക്സ് കൂട്ടി, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് സെബി മാർക്കറ്റിൽ കൊണ്ടുവന്നത്. അത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എന്നാലും മാർക്കറ്റിൽ നിന്ന് ഒരുപാട് പാർട്ടിസിപ്പൻസ് മാർക്കറ്റിൽ കുറഞ്ഞു. അങ്ങനെ ആ മാർക്കറ്റിൻ്റെ ബിഹേവിങ്ങിലൊക്കെ മാറ്റം വന്നു. സോ ആ സമയത്ത് ഒരുപാട് പേര് ഫോറക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാനും അങ്ങനെ ഫോറക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്താണ് ഫോറക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ വളരെ ചെറിയ തോതിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഫോറക്സ് മാർക്കറ്റിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. നിങ്ങൾക്കറിയാം, ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ലാർജസ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ് എന്നുള്ളതാണ്. 24/5, അതായത് മൺഡേ ഏർലി മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈഡേ ലേറ്റ് നൈറ്റാണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ 24 hours ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. കാരണം അവർക്ക് ഒരുപാട് ഫ്രീ ടൈം, ജോലി സമയത്തിന് ശേഷം ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാകും. ആ സമയത്ത് അവർ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മേഖലയാണ് ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഏത് മാർക്കറ്റും, വേൾഡിലെ ഏത് മാർക്കറ്റിലും നമുക്ക് പ്രൈസ് ആക്ഷൻ ഒരേപോലെയാണ് ആക്ച്വലി ഉള്ളത്. സോ നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിന് ബേസിക്കായിട്ട് വേണ്ടത്. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചാർട്ട് റീഡിങ്ങിൻ്റെ ഒരു ബേസിക് തൊട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള ഒരു സീരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ 2026. അതുപോലെ തന്നെ ഫോറക്സിൻ്റെയും ഒരു സീരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇതാണ് ഈ ഫോറക്സ് മാർക്കറ്റിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 24 hours ഓപ്പൺ ആണ് 24 hours ഓപ്പൺ ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രധാന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫണ്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിന് നല്ല ഫണ്ട് വേണം, ആ ഫണ്ട് എവിടെ നിന്ന് കിട്ടും, അങ്ങനത്തെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫണ്ട് ഇട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ഇഷ്യൂസ് അതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റ് ഒരുപാട് ഫണ്ടിങ് ഫേംസുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ല് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ $1,00,000, $2,00,000, $3,00,000 ഒക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫേംസുകൾ ഫണ്ടിങ് ഫേംസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ സ്കെയിലപ്പ് ചെയ്ത് 4 million വരെ സ്കെയിലപ്പ് ചെയ്ത് പോകാനുള്ള അത്രയും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിങ് ഫേംസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഫണ്ടിങ് ഫേംസുകളുണ്ട് മാർക്കറ്റിൽ. അതിൽ ജെന്യുനായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ഫണ്ടിങ് ഫേംസുകളുണ്ട്, കുറേ ഉഡായിപ്പ് ഫണ്ടിങ് ഫേംസുകളുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ നല്ല മാർക്കറ്റിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് കാലമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പേ ഔട്ട് കൊടുക്കുന്ന ട്രേഡേഴ്സിനെ എൻകറേജ് ചെയ്യുന്ന നല്ല ഫണ്ടിങ് ഫേം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ റേറ്റ് നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഫണ്ടിങ് ഫേംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ പേ ഔട്ട് ഡിനയൽ, അതുപോലെ ഒരുപാട് ഇഷ്യൂസ് എല്ലാം, ഒരുപാട് ഹിഡൻ റൂൾസ് എല്ലാം ഉണ്ടാകും. സോ അതെല്ലാം മനസ്സിലാക്കി നല്ല ഒരു ഫണ്ടിങ് ഫേം സെലക്ട് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ. സോ ഈ ഫണ്ടഡ് അക്കൗണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ഫണ്ടഡ് അക്കൗണ്ടിൽ പല ടൈപ്പ് ഓഫ് ഫണ്ടഡ് അക്കൗണ്ട്, ഇൻസ്റ്റൻറ്റ് ഫണ്ട് ഉണ്ട്, 2 phase വാല്യുവേഷൻ, അതുപോലെ 3 phase വാല്യുവേഷൻ, അത് എന്ന് പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഫണ്ടഡ് അക്കൗണ്ട്. കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് 2 phase വാല്യുവേഷനാണ്. അതായത് നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കില്ല് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യില്ല. സോ നമ്മൾ സ്കില്ല് പ്രൊവൈഡ് ചെയ്യാൻ അവരെന്ത് ചെയ്യും, അവർ നമുക്കൊരു ഇവാലുവേഷൻ ടെസ്റ്റ് തരും. 2 phase ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ടെസ്റ്റ് ആയിരിക്കും. കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് 2 phase ഇവാലുവേഷൻ ടെസ്റ്റ്. അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഫീസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ടും കിട്ടും. അതായത് 0 കോസ്റ്റിലായിരിക്കും. നമുക്ക് സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സാകും. അപ്പോൾ 0 കോസ്റ്റിലായിരിക്കും നമുക്ക് $1,00,000 ഒക്കെ കിട്ടുന്നത്.
കാരണം നമ്മൾ എന്താണോ ഫീ ചെയ്യുന്നത്, ഫീ കൊടുത്ത് അത് ഈ വാല്യുവേഷൻ ടെസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, അത് പാസ്സായി കഴിഞ്ഞാൽ അവർ റീഫണ്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു $5,000 ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ഈ $5,000 അക്കൗണ്ട് പർച്ചേസ് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡേർഡ് മാർക്കറ്റിലെ റേറ്റ് എന്ന് പറയുന്നത് $35 നമ്മൾ $35 കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് ഇത് പർച്ചേസ് ചെയ്യുന്നത്. ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലാണ്ട് അത് മീറ്റ് ചെയ്തിട്ട് നമ്മളിത് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് ഫണ്ടിങ് സ്റ്റേജിലേക്ക് എത്തുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇത് നോക്കാം. അത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇത് പാസ്സാവാതെ നമുക്ക് 8% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ഫേസ് ഇവാലുവേഷൻ ഫേസ് ആണ് കേട്ടോ. ഈ ഇവാലുവേഷൻ ഫേസ് നമ്മൾ ഫസ്റ്റ് ഫേസ് പാസ്സാകുന്നത് 8% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാലാണ് പാസ്സാകുന്നത്. സോ അതിൻ്റെ മെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡെയിലി മാക്സിമം ലോസ് 5% വരാൻ പറ്റൂ. അതിൽ കൂടുതൽ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫെയിലാവും, ഈ അക്കൗണ്ട് ബ്രീച്ച് ആവും. അതുപോലെ തന്നെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 10% വരാൻ പറ്റൂ. ഈ 10% കൂടുതൽ ലോസ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഫെയിലാവും, അക്കൗണ്ട് ബ്രീച്ച് ആവും. നമ്മളുടെ ഈ $35 ഈ നമ്മൾ പേ ചെയ്ത ക്യാഷ് നമുക്ക് പോകുന്നതാണ്. സോ ഇതൊന്നും ബ്രീച്ച് ആവാതെ 8% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫേസ് പാസ്സായി. അതായത് ഈ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാലൻസിൻ്റെ ഇനീഷ്യൽ ബാലൻസിൻ്റെ അതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ $5,000 ഉള്ളത് 5,100 അതായത് 5,100 ആക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ 5% ലോസ് ആയി കഴിഞ്ഞാൽ, ഡെയിലി ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ബ്രീച്ച് ആവും. എന്താണോ നമ്മളുടെ ഓപ്പൺ ചെയ്യുന്ന ബാലൻസ് അതിൻ്റെ 5%, അതുപോലെ തന്നെ മാക്സിമം നമ്മളുടെ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10%, 5,000ൻ്റെ 10% ആണ് മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ഈ 10% ലോസ് ആയി കഴിഞ്ഞാലും നമുക്ക് അക്കൗണ്ട് ബ്രീച്ച് ആവുന്നതാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നല്ല റിസ്ക് ചെറിയ പൊസിഷൻ സൈസിങ് അതുപോലെ റിസ്ക്കൊക്കെ ചെറിയ റിസ്ക് എടുക്കുക, വലിയ റിസ്ക് എടുക്കാതെ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 8% എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല. സോ 8% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫേസ് പാസ്സായി. പിന്നെ സെക്കൻഡ് ഫേസിലേക്കാണ്. ഫസ്റ്റ് ഫേസ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് പോകും. ആ സെക്കൻഡ് ഫേസിൽ നമ്മൾ സെയിം റൂൾ തന്നെ 5% ആണ് ഡെയിലി മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ടോട്ടൽ മാക്സിമം ലോസ് 10%. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ബ്രീച്ചാകും. അത് അല്ലാതെ നമ്മൾ 5% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഫേസും പാസ്സായി. ടോട്ടൽ മാക്സിമം 10% ലോസ് വരാതെ, ഡെയിലി 5% ലോസ് വരാതെ നമ്മൾ ഈ 5% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഫേസും പാസ്സായി. ഈ സെക്കൻഡ് ഫേസ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടഡ് സ്റ്റേജിലെത്തി. ഈ ഫണ്ടഡ് സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് പേ ചെയ്ത $5,000 പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത $35 നമുക്ക് അവർ ക്രെഡിറ്റ് ആവും. നമ്മളുടെ അതായത് ഫണ്ടിങ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ബാലൻസ് 5,035 ആവും. സോ നമുക്ക് 0 കോസ്റ്റ് ആയത്. ഇത് നമ്മളുടെ ഇതിൻ്റെ കൂടെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. സോ അതിന് ഇതിൻ്റെ വിഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം $150 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോയിൽ പല ഫണ്ടിങ് ഫേംസും പല റൂൾസാണുള്ളത്. അധിക ഫണ്ടിങ് ഫേംസും ബൈ വീക്ക്ലി ആണ്. അതായത് 14 ഡേയ്സിലാണ് പേ ഔട്ട് കൊടുക്കുന്നത്. ഓരോ 14 ഡേയ്സിൽ നമ്മൾ പ്രോഫിറ്റിൻ്റെ മിനിമം $150 വേണം. അതിൻ്റെ 80% ആണ് നമുക്ക് പ്രോഫിറ്റ് അവർ ഷെയർ ചെയ്യുന്നത്. 80% പ്രോഫിറ്റ് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതാണ് കിട്ടുന്നത്. ഒരു $1 lakh ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു $1 lakh പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് $400-500 ആണ് വരുന്നത്. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ അത് റീഫണ്ടും കിട്ടും. നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഈവൻ 1% മന്ത്ലി എടുത്തു കഴിഞ്ഞാൽ പോലും $1,000 ആയി. ഒരു 5% എടുത്തു കഴിഞ്ഞാൽ $5,000 ആയി. അതിൻ്റെ ഒരു 80% ആണ് നമുക്ക് പ്രോഫിറ്റ് ഷെയർ ആയിട്ട് കമ്പനി തരുന്നത്. ഓക്കെ, അത് നമുക്ക്
ഓരോ 14 ഡേയ്സിലും നമുക്ക് വിഡ്രോ ചെയ്യാം. നമുക്ക് മിനിമം $150 വേണം എന്നാണുള്ളത്. സോ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഫോറക്സ് മാർക്കറ്റിലുണ്ട്. ഫണ്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. സോ ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളൊരു മേഖലയാണ് ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫണ്ടഡ് ഒരുപാട് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. പ്രൈസ് ആക്ഷൻ്റെയും ഫണ്ടഡ് അക്കൗണ്ടിൻ്റെയും അതുപോലെ ഫോറക്സിൻ്റെയും ഒക്കെ ആയിട്ട് ഒരു സീരീസ് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.